അവരുടെ വീടുകളിൽ എങ്ങനെയാണ് ഗണേശ് ചതുർത്ഥി ആഘോഷിക്കുന്നതെന്ന് കാണാം. അപ്പോൾ നമ്മൾ ഗണേശ് ചതുർത്ഥി ആഘോഷിക്കുന്ന ആ ദിവസത്തിന്റെ ഒരാഴ്ച മുന്നേ തന്നെ ശരിക്കും നമ്മുടെ ഈ സിറ്റിയിൽ അല്ലെങ്കിൽ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് ഈ ഗണപതിയുടെ സ്റ്റാച്യൂസ് വരും. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആ സ്റ്റാച്യൂസ് പോയി കണ്ടിട്ട് നമ്മൾ ഒരെണ്ണം ബുക്ക് ചെയ്യണം. സോ ഓൾറെഡി നമ്മൾ ഒരെണ്ണം ബുക്ക് ചെയ്ത് വയ്ക്കുന്നതാണ് യൂഷ്വലി എല്ലാ വീടുകളിലൂടെ ചെയ്യുന്നത്. അപ്പൊ ഞങ്ങളും അതുപോലെ ഞങ്ങളുടെ തൊട്ടടുത്തുള്ള സ്ഥലത്ത് പോയി ഗണപതികളൊക്കെ കണ്ടു. പല രൂപങ്ങളിലും പല ഭാവങ്ങളിലുള്ള ഗണപതികളുണ്ട് കേട്ടോ. ക്ലേയിൽ ഉണ്ടാക്കിയ ഗണപതി, അതുപോലെ തന്നെ പെയിന്റ് അടിച്ചിട്ടുള്ള ഗണപതി, അല്ലെങ്കിൽ മയിൽപീലിയുടെ പുറത്തിരിക്കുന്ന ഗണപതി, റാറ്റ് അതായത് എലിയുടെ പുറത്തിരിക്കുന്ന ഗണപതി, ശിവന്റെയും പാർവതിയുടെയും കൂടെ ഇരിക്കുന്ന ഗണപതി, അങ്ങനെ ഒത്തിരി ഐഡിയാസ് ഉണ്ട് ഇവിടെ. അപ്പൊ അതിൽ നമുക്ക് ചെന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം, ബുക്ക് ചെയ്യാം. പല സൈസുകളിലുള്ളതും ഉണ്ട്. അപ്പൊ ഞങ്ങൾ അതുപോലെ ഒരെണ്ണം ഞങ്ങൾ ബുക്ക് ചെയ്തു. കുറച്ച് ഡെക്കറേറ്റീവ് ഒരു കുഞ്ഞു ഗണപതിയാണ് ഞങ്ങൾ എടുത്തത്. അതിനുശേഷം ഡെക്കറേറ്റീവ് ഐറ്റംസ്, അതായത് അപ്പം അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് എത്ര ഭംഗിയായിട്ട് എങ്ങനെ ഡെക്കറേറ്റ് ചെയ്യണം എന്നുള്ളത്. ചിലര് ഗണപതിക്ക് വേണ്ടി ഈ തലപ്പാവും അരഞ്ഞാണവും ഡ്രസ്സും ഇതൊക്കെ സെപ്പറേറ്റ് ആയിട്ട് എടുക്കും. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. അതിനുശേഷം പിന്നെ വേണ്ടതെന്ന് പറയുന്നത് കുറച്ച് നമ്മൾ ഈ വിഷുക്കണിയൊക്കെ വെക്കുമ്പോൾ നമ്മളിങ്ങനെ ഫ്രൂട്ട്സും അതുപോലെ തന്നെ സാധനങ്ങളൊക്കെ വെക്കില്ലേ, അതുപോലെ തന്നെ ഗണേശ് ചതുർത്ഥിക്ക് ഇവിടുത്തെ ആൾക്കാരും ഇങ്ങനെ ചെയ്യും. അതായത് 5 ടൈപ്പ് ഫ്രൂട്ട്സ് വേണമെന്നാണ് പറയുന്നത്. 5 ടൈപ്പ് ഫ്രൂട്ട്സ്. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് കുറച്ച് ഇലകളുണ്ട് ഗണപതിക്ക് ഇഷ്ടം. ഈ കറുകപ്പുല്ല് ഗണപതിക്ക് ഒത്തിരി ഇഷ്ടമാണെന്ന് പറയില്ലേ, അപ്പോൾ അതും. അതുപോലെ തന്നെ ഞാൻ പുളിയുടെ ഇല കണ്ടു. അങ്ങനെ ഒത്തിരി ഇലകളൊക്കെ ഇവിടെ കിട്ടും. അപ്പം നമുക്കതെല്ലാം നമ്മളത് വാങ്ങണം. അതിനുശേഷം പിന്നെ നമ്മുടെ ഇഷ്ടമാണ് എന്താണ് ഡെക്കറേഷൻ അല്ലെ. ചിലർ ലൈറ്റ് ഇടും, ചിലർ ഈ തോരണങ്ങളിടും, ചിലർ ഗണപതിക്ക് പുറത്ത് ഇങ്ങനെ കൊട വെക്കും. അങ്ങനെ എങ്ങനെയാണോ നമുക്കിഷ്ടം, അത് ഓരോരുത്തരുടെ ഭാവനയാണ്. അപ്പൊ അങ്ങനെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഡെക്കറേറ്റ് ചെയ്യുക. വിനായക ചതുർത്ഥിയുടെ ദിവസം നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്ത് വെച്ചിരുന്ന ഗണപതി വിഗ്രഹത്തെ നമ്മൾ കൊണ്ടുവരണം. ആ കൊണ്ടുവരുന്ന സമയത്ത് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഗണപതി ബപ്പ മോര്യ എന്ന സ്ലോഗൻ പറഞ്ഞിട്ടാണ് നമ്മൾ ഗണപതി വിഗ്രഹത്തെ ആ കടയിൽ നിന്ന് അല്ലെങ്കിൽ നമ്മൾ വാങ്ങുന്ന സ്ഥലത്ത് നിന്ന് വീട്ടിലേക്ക് കൊണ്ടുവരുന്നത്. കൊണ്ടുവന്ന ശേഷം നമ്മൾ തലേ ദിവസമേ ഓൾറെഡി പ്രിപ്പയർ ആയി അല്ലെങ്കിൽ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരുന്ന ഈ ഒരു സ്ഥലത്ത് നമ്മൾ ഗണപതി വിഗ്രഹത്തെ പ്രതിഷ്ഠിക്കും അല്ലെങ്കിൽ ഇവിടെ വയ്ക്കും. വച്ച ശേഷം ഫസ്റ്റ് ഇവിടെ ഉള്ളവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ പൂജ ചെയ്യും. വളരെ സിമ്പിളായിട്ട് നമ്മുടെ നാട്ടിൽ പൂജ ചെയ്യുന്ന പോലെ തന്നെ ചന്ദനത്തിരി അതുപോലെ തന്നെ വിളക്ക് കത്തിച്ച് പൂജ ചെയ്യും. പൂജ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഓരോരുത്തരുടെയും ഇഷ്ടം അനുസരിച്ച് ഓഡ് നമ്പർ ഓഫ് ഡേയ്സ്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 1 അല്ലെങ്കിൽ 3 അല്ലെങ്കിൽ 5 ദിവസം, അങ്ങനെ എത്ര ദിവസം വേണോ പോവാം. വളരെ റെയർ ആയിട്ട് ചില ആൾക്കാർ ഒരു വർഷം, അതായത് എന്താ പറയുക 365 ഡേയ്സ് ആ ഓരോ വർഷവും മാറ്റുന്നവരും ഉണ്ട്. പക്ഷേ മോസ്റ്റ് ആവറേജ് കേസസിൽ എല്ലാവരും 5 ദിവസമായിരിക്കും വയ്ക്കുന്നത് നമ്മുടെ നോർമൽ വീട്ടിൽ. പക്ഷെ ഇപ്പൊ പബ്ലിക് പ്ലേസസിൽ പോയി നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ വലിയ വിഗ്രഹമൊക്കെ ഉള്ള സ്ഥലത്ത് അവർ യൂഷ്വലി 11 ദിവസം 21 ദിവസമൊക്കെ അവർ വെക്കും. ആ 11 ദിവസം ആ ഒരു പബ്ലിക് പ്ലേസിൽ 11 ദിവസം വിഗ്രഹം ഇരിക്കുന്ന സമയത്ത് അവിടെ നമുക്ക് അന്നദാനം അല്ലെങ്കിൽ എന്താ പറയുക പ്രസാദം കിട്ടും. അതുപോലെ തന്നെ എല്ലാ ഈ ദിവസങ്ങളിലും കൾച്ചറൽ പ്രോഗ്രാംസ് ഉണ്ടാവും. വളരെ മനോഹരമായിട്ടുള്ള പാട്ട്, ഡാൻസ്, ഓർക്കസ്ട്ര, ഇങ്ങനെയുള്ള ഒത്തിരി പ്രോഗ്രാംസ്. അപ്പോൾ എല്ലാ ദിവസവും രാത്രി ഒരു 6-7 മണി മുതൽ രാത്രി ഒരു 11 മണി വരെ ഈ ഒരു പ്രോഗ്രാംസ് നടക്കും. നമ്മുടെ ഈ ഒരു ഗണപതിയുടെ ഈ സമയത്ത് എന്ന് പറയുന്നത് ഹോൾ സിറ്റി അല്ലെങ്കിൽ ഈ ഒരു ഹോൾ പ്ലേസ് എന്ന് പറയുന്നത് വളരെ ഭംഗിയായിട്ട് അലങ്കരിച്ച് ഈ സൗണ്ട് സിസ്റ്റംസും ഈ ഒരു പ്രോഗ്രാംസും ഒക്കെ കൊണ്ട് വളരെ വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കും. നമ്മുടെ നാട്ടില് നമ്മൾ എപ്പോഴും പറയാറുണ്ട് അല്ലേ, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും തൃശ്ശൂർ പൂരം പോയി കാണണം എന്നുള്ളത്. അതുപോലെ തന്നെ ഗണേശ് ചതുർത്ഥിയുടെ ഏറ്റവും റിയൽ ആയിട്ടുള്ള ഒരു വൈബ് അറിയണമെങ്കിൽ ഇവിടെ പറയുന്നത് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും മുംബൈയിൽ പോയിട്ട് മുംബൈയിലെ ഗണേശ് ചതുർത്ഥി സെലിബ്രേഷൻ കാണണം എന്നാണ് പറയുന്നത്. നമ്മളിൽ പലരും വീഡിയോ കണ്ടിട്ടുണ്ടാവും. മുംബൈയിൽ എല്ലാവരും ഈ വൈറ്റ് കുർത്ത അല്ലെങ്കിൽ ഡ്രസ്സ് ധരിച്ചിട്ട് റെഡ് കളർ സൽവാർ അല്ലെങ്കിൽ റെഡ് കളർ ഷോളൊക്കെ ആയിട്ട്, ഈവൻ ഇൻക്ലൂഡിങ് വുമൺ, അവരിങ്ങനെ എന്താ പറയുക ടോളും അതുപോലെ തന്നെ പാട്ടുകളും ഡാൻസും ഭയങ്കര സെലിബ്രേഷനൊക്കെ ആയിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആണ്. എന്താണ് ഗണേശ് ചതുർത്ഥി, എങ്ങനെയാണ് നമ്മളത് ആഘോഷിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു. എന്നാലും ഞാൻ ആ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് നേരിൽ കാണാൻ ആഗ്രഹം ഉണ്ടാവില്ലേ? ഈ വീഡിയോ എന്ന് പറയുന്നത് ബാംഗ്ലൂരില് സ്പെസിഫിക്കലി HSR ലേഔട്ടിൽ എങ്ങനെയാണ് ഗണേശ് ചതുർത്ഥി ആഘോഷങ്ങൾ, നമ്മുടെ ഈ പബ്ലിക് പ്ലേസസിൽ ഒരു 2-3 സ്ഥലങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് അവിടെയൊക്കെ പോയിട്ട് എങ്ങനെയാണ് ഗണപതി സെലിബ്രേഷൻ നടക്കുന്നതെന്ന് കാണാം. സോ
ಹಾಗೆ ಇವರು ಕಾರ್ಯಕ್ರಮಕ್ಕೆ ಎಲ್ಲರಿಗೂ ಸಹ ಆಗಮಿಸಿ ಈ ಕಾರ್ಯಕ್ರಮವನ್ನು ಸಜ್ಜುಗೊಳಿಸ್ತಾ ಇದ್ದಾರೆ. ನಿಮ್ಮೆಲ್ಲರಿಗೂ ನಮ್ಮ ವಾರ್ಷಿಕೋತ್ಸವ ಎಲ್ಲ ನಮ್ಮೆಲ್ಲರ ಪರವಾಗಿ ಸ್ನೇಹಿತರ ಕೋರಿಕೆ ಶ್ರೀ ಶ್ರೀ